പെരുമ്പാവൂർ നഗരസഭയിൽ കൗൺസിൽ പാസാക്കാത്ത അജണ്ടകൾ മിനിറ്റ്സിൽ പാസാക്കിയതായി രേഖപ്പെടുത്തിയ തെറ്റായ നടപടിക്കെതിരെ LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മുൻകൂർ അനുമതി നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ മുറി മോടി പിടിപ്പിച്ചത് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്നും കൗൺസിൽ യോഗത്തിന്റെ അജണ്ടകൾ രേഖപ്പെടുത്തിയ മിനിറ്റ്സിൽ തെറ്റായ തീരുമാനങ്ങളാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പറയാത്ത കാര്യങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി മുനിസിപ്പൽ കൗൺസിലിനെ നോക്കുകുത്തിയാക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൗൺസിലർമാർ അറിയിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ തന്തയ്ക്ക് വിളിച്ച പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നിലപാടിനെതിരെയും കൂടിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തീരുമാനങ്ങൾ മിനിറ്റ്സിൽ നിന്ന് ഒഴിവാക്കുക. ജനാധിപത്യം സംരക്ഷിക്കുക. കൗൺസിലിൽ മുട്ടാളത്തം ഒഴിവാക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. പെരുമ്പാവൂർ നഗരസഭയിൽ 27/6/2026 കൂടിയ കൗൺസിൽ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ തെറ്റായി മിനിറ്റ്സ് ചെയ്തിരിക്കുകയാണ്. ആ മിനിറ്റ്സ് നമുക്ക് കിട്ടിയത് 10/7/2026 ഈ മിനിറ്റ്സിൻ്റെ അകത്ത് തെറ്റായി പറഞ്ഞു എന്ന് പറയുന്നത് ഞങ്ങൾ അന്ന് ഉന്നയിച്ച 32, 33, 34 അജണ്ടകൾ. ആ അജണ്ടകളിൽ ഞങ്ങൾ നിരവധി ചർച്ചകൾ നടത്തി. ആ ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിച്ചത് മുൻകൂർ അനുമതി നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ മുറി മോടി പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ചെയർമാൻമാരുടെ മുറി മോടി പിടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ആക്ഷേപമില്ല, എതിരില്ല. പക്ഷേ ആ മുറികൾ മോടി പിടിപ്പിച്ചത് പെരുമ്പാവൂർ നഗരസഭയുടെ ചട്ടങ്ങൾ പാലിക്കുകയോ നിയമങ്ങൾ നോക്കുകയോ ചെയ്യാതെ ആണ് അന്ന് ആ കൗൺസിലിൻ്റെ അകത്തേക്ക് അജണ്ട വന്നത്. മുൻകൂർ അനുമതി കൊടുത്ത് ഈ പറയുന്ന കസേര, മേശ, ഫാനുകൾ എന്നിവ വേണ്ട ഇത്യാദി മേശ എല്ലാ സാധനങ്ങളും ആരുടെയോ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചു. ഇത് വാങ്ങിച്ചു വെച്ചതിൽ മുൻകൂർ അനുമതി കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ മുൻകൂർ അനുമതി കൊടുക്കാൻ മുനിസിപ്പൽ ചട്ടത്തിൽ നിയമമില്ല. ഇല്ലാത്ത നിയമങ്ങളാണ് അന്ന് ഉപയോഗിച്ചത് എന്ന് അന്നത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത മുനിസിപ്പൽ എഞ്ചിനീയർ തന്നെ നേരിട്ട് കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. ഇത് യാതൊരുവിധ ചട്ടങ്ങൾ പാലിക്കുകയോ അല്ലെങ്കിൽ കൊട്ടേഷൻ വിളിച്ച് ഓഫർ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇത് ചെയ്തത്. ഇത് തെറ്റായിപ്പോയി എന്ന നിലയ്ക്കാണ് അന്നത്തെ കൗൺസിൽ യോഗത്തിൽ മുനിസിപ്പൽ എഞ്ചിനീയർ സൂചിപ്പിച്ചത്. എന്നാൽ കൗൺസിൽ യോഗത്തിൻ്റെ അജണ്ടയെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളുടെ മിനിറ്റ്സ് വന്നപ്പോൾ ആ മിനിറ്റ്സിൻ്റെ അകത്ത് മുനിസിപ്പൽ എഞ്ചിനീയർ പറഞ്ഞ കാര്യമില്ല. അതുമാത്രമല്ല, ഇത് തെറ്റായ തീരുമാനമാണെന്ന് പറഞ്ഞപ്പോൾ വൈസ് ചെയർമാൻ തന്നെ പറയുകയാണ്, ഇത് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ എടുത്തു വെച്ചോളാം. അപ്പോൾ അടുത്തയാൾ പറയുകയാണ്, ഞങ്ങൾ ഭരണസമിതി ആളുകൾ കൂടി എടുത്തു വെച്ചോളാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കൗൺസിലിൻ്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തേണ്ടത്. അത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയെന്ന് ഒഴിച്ചാൽ ബാക്കിയുള്ള ഞങ്ങൾ കുറേ പേര് ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുപോലെ ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. എല്ലാവരുടെയും പേരിൽ ആ വിയോജനക്കുറിപ്പ് മാത്രമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. മറ്റ് ചർച്ചകളൊന്നും തന്നെ മുൻകൂർ അനുമതി കൊടുത്ത കാര്യങ്ങളൊന്നും ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും ആ മിനിറ്റ്സിലില്ല. മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനങ്ങൾ എല്ലാ കൗൺസിലേഴ്സിനും മിനിറ്റ്സായി തരും. ആ മിനിറ്റ്സ് പാസ്സാക്കി ശേഷം മാത്രമാണ് അടുത്ത കൗൺസിൽ യോഗം നടക്കേണ്ടത്. എന്നാൽ അതിലെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കൗൺസിൽ യോഗത്തിൽ അത് അവതരിപ്പിക്കാറില്ല. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ മിനിറ്റ്സിൽ മുഴുവൻ തെറ്റാണ്. അതിൽ വ്യാജമായി കുറേ കാര്യങ്ങൾ പടച്ചിരിക്കുകയാണ്. അത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മിനിറ്റ്സ് തിരുത്തണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഈ കൗൺസിലിൽ ഇന്ന് 15/7/2026 കൗൺസിലിൽ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഈ അജണ്ട തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഞങ്ങൾ ഈ കാര്യം ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു മർക്കടമുഷ്ടിയോടുകൂടി അന്ന് പറയാത്ത കുറേ കാര്യങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയേക്കാണ്. ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയേക്കുന്നത് ചെയർപേഴ്സൺ ഇത് പാസ്സാക്കിയെന്നാണ് ഇവർ രേഖപ്പെടുത്തിയേക്കുന്നത്. എന്നാൽ 13-നെതിരെ 15 വോട്ടുകൾക്ക് ഇത് രേഖപ്പെടുത്തിയെന്ന് പറയുന്നത് അന്ന് കൗൺസിലിൽ ഉണ്ടായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പോ നടപടിക്രമങ്ങളോ ഉണ്ടാകാതെ ചെയർപേഴ്സൺ ബെല്ലടിച്ച് കൗൺസിൽ പിരിയുകയാണ്. ഇത് പാസ്സാക്കിയെന്നോ പാസ്സാക്കിയില്ല എന്നോ ചെയർപേഴ്സൺ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയേക്കാണ്. ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തി ഈ മുനിസിപ്പൽ കൗൺസിലിനെ നോക്കുകുത്തിയാക്കുന്ന ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള എതിർപ്പ് കൗൺസിലർ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ കൗൺസിലർമാരെ ഓരോരുത്തരെയും വളരെ മോശമായി ആക്ഷേപിക്കുന്ന തരത്തിലാണ് ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ചില കൗൺസിലർമാരും പറഞ്ഞത്.
അതൊന്നും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനാധിപത്യ മര്യാദയോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ സ്വരം ആ കൗൺസിലിൽ അംഗീകരിക്കാൻ ഇവർ തയ്യാറാവണം. തെറ്റായ തീരുമാനങ്ങൾ തിരുത്തണം. ഇവിടെ ബാബുചേട്ടൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 27-ാം തീയതി ചേർന്ന കൗൺസിൽ യോഗത്തിൽ 32, 33, 34 അജണ്ടകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ക്യാബിനുകൾ മോടി പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട 1 ലക്ഷം രൂപയുടെ മുൻകൂർ അനുമതി സാധൂകരണത്തിന് വന്ന അജണ്ടയാണ്. ഒരു അടിയന്തര പ്രാധാന്യമുള്ള കാര്യമല്ല ഓഫീസ് മുറികൾ മോടി പിടിപ്പിക്കുക എന്നുള്ളത്. അത് ചെയ്യുന്നതിന് ഞങ്ങളാരും എതിരല്ല. പക്ഷേ അതിൻ്റെ ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ വെച്ച് അംഗീകാരം വാങ്ങിച്ച് ഫണ്ട് അനുവദിച്ച് ചെയ്യേണ്ട കാര്യം മുൻകൂർ അനുമതി കൊടുത്ത് 50,000 രൂപയിലധികം അധികരിക്കാതിരിക്കാൻ വേണ്ടി 3ആയി വെട്ടി ആ അജണ്ട മുറിച്ച് 3ആയിട്ടാണ് കൗൺസിൽ മുമ്പാകെ വന്നത്. ഞങ്ങളെല്ലാവരും അതിൻ്റെ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഇത് ചെയ്തത് എന്ന് കൗൺസിൽ യോഗത്തിൽ മുനിസിപ്പൽ എഞ്ചിനീയർ വ്യക്തമാക്കി. അതൊന്നും മിനിക്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനെ തുടർന്ന് ഈ പൈസ വൈസ് ചെയർമാൻ കയ്യിൽ നിന്നെടുത്ത് വയ്ക്കുമെന്ന് പറഞ്ഞാണ് അന്ന് യോഗം അവസാനിച്ചത്. ഈ 3 അജണ്ടകളും പാസ്സാക്കിയതായി ചെയർപേഴ്സൺ ആ യോഗത്തെ അറിയിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾക്ക് ലഭിച്ച മിനിക്സിൽ ഈ 3 അജണ്ടകളും 15-നെതിരെ 13-നെതിരെ 15 വോട്ടുകളോടെ പാസ്സാക്കിയെന്ന് വ്യാജമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ അങ്ങനെ ഒരു വോട്ടെടുപ്പ് നടന്നിട്ടില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന ആളുകൾക്ക് ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അജണ്ടകൾ പാസ്സാക്കുന്നതിനൊന്നും ഞങ്ങളാരും എതിരല്ല. എന്നാൽ അത് ചെയ്യാതെ നടപടിക്രമങ്ങൾ പാലിക്കാതെ കള്ള മിനിക്സ് എഴുതി ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് കൊട്ടേഷനുകൾ ക്ഷണിച്ചിട്ടില്ല എന്ന് ME വ്യക്തമാക്കിയ ആ ഫയലിൽ ഇപ്പോൾ വ്യാജ കൊട്ടേഷനുകൾ മുൻ ഡേറ്റിട്ട് സ്ഥാനം പിടിച്ചേക്കുക. അത് വ്യാജരേഖ ചമയ്ക്കലാണ്. ഇതെല്ലാം സ്വജനപക്ഷപാതത്തിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് ഇത് റദ്ദ് ചെയ്യണമെന്നാണ് കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കില്ലാത്ത തരത്തിലേക്ക് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയാണ്. ആരെയും സംസാരിക്കാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അജി സി പണിക്കർ സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം ക്ഷുഭിതനായി എണീറ്റു എന്ന് പറഞ്ഞത് വീട്ടിൽ പോയി പണിക്കരോട് പറഞ്ഞാൽ മതിയെന്നാണ്. പണിക്കർ ഡോക്ടറുടെ പിതാവാണ്. അദ്ദേഹം മരണപ്പെട്ടിട്ട് വർഷങ്ങളായി. ഒരു കൗൺസിൽ യോഗത്തിൽ ഭരണപക്ഷത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൗൺസിൽ അംഗങ്ങളോട് വീട്ടിൽ പോയി അച്ഛനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ആ ഗുണ്ടായിസം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആ ഗുണ്ടായിസം നടക്കുന്നിടത്തെടുത്താൽ മതി. ചില ഉദ്യോഗസ്ഥരെ കൈക്ക് പിടിച്ച് തിരിച്ചതും എന്നിട്ട് ഈ മുനിസിപ്പാലിറ്റിയിലെ തൂണിനോടും തുരുമ്പിനോട് പോലും ക്ഷമ ചോദിച്ചതിൽ നടന്നതൊന്നും ഞങ്ങളാരുമല്ല. ഞങ്ങളൊക്കെ ജയിലിൽ പോയിട്ടുള്ളത് വിവിധ സമരങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ജയിലിൽ പോയിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. പണാപഹരണം അല്ലെങ്കിൽ പണതട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരും ജയിലിൽ പോയവർ ഞങ്ങളുടെ കൂടെ ഇല്ല. ഇത്തരം ആളുകളാണ് ഗുണ്ടായിസത്തിലൂടെ പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചൊതുക്കാമെന്ന് വിചാരിച്ചാൽ അനുവദിച്ചു കൊടുക്കാൻ തയ്യാറല്ല. ഈ വ്യാജമായി രേഖപ്പെടുത്തിയിട്ടുള്ള മിനിക്സ് റദ്ദ് ചെയ്യണം. വ്യാജരേഖ ചമച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഇന്ന് കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. ഞങ്ങളത് ആവശ്യപ്പെട്ടതോടുകൂടി ശബ്ദ വോട്ടോടുകൂടി എല്ലാ അജണ്ടകളും പാസ്സായതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ഞങ്ങളിവിടെ ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും കൗൺസിലിൽ എടുക്കാത്ത തീരുമാനങ്ങൾ തെറ്റായി മിനിറ്റ്സിൽ രേഖപ്പെടുത്താൻ പാടില്ലാത്തതാണ്. ഒരു ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ME എണീറ്റ് നിന്ന് ആ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ആ അഭിപ്രായങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ ആ അഭിപ്രായങ്ങൾ ഒന്നും തന്നെ മിനിറ്റ്സിൽ കണ്ടില്ല. പിന്നെ കൗൺസിലിൻ്റെ പൊതുവേ ഉള്ള ഒരു സ്വഭാവം ഈ കൗൺസിലിനെ നിയന്ത്രിക്കാൻ ചെയർപേഴ്സണ് കഴിവില്ല എന്നുള്ളതാണ്. ചെയർപേഴ്സൺ ഒരു തരത്തിലും കൗൺസിലിനെ നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഫലം എന്താ സംഭവിക്കുന്നത്? പൊതുമരാമത്ത് കമ്മിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എണീറ്റ് നിന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുക. അയാൾ ആരുടെയും തന്തയ്ക്ക് വിളിക്കും, ആരെയും കയ്യേറ്റം ചെയ്യും, ആർക്കെതിരെ എന്ത് ആരോപണവും ഉന്നയിക്കും. എന്തെങ്കിലും നമ്മൾ കൗൺസിലിൽ ജെനുവിനായിട്ടൊരു വിഷയം പറഞ്ഞാൽ ആ വിഷയം ചർച്ച ചെയ്യാനുള്ള അവസരം നമുക്ക് കൗൺസിലിൽ കിട്ടത്തില്ല. അത്രമാത്രം നിലവാരമില്ലാത്ത ഇടപെടലാണ് പൊതുമരാമത്ത് കമ്മിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് വീട്ടിൽ പോയി അച്ഛന് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജീവനക്കാരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്തതിന് ഒരുപാട് അതായത് SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവനക്കാരനെ മുഖത്തടിച്ചു. ഒരു ജീവനക്കാരനെ മുഖത്തടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പുള്ള കാര്യമാണോ? ഇവരാരും ജോലിക്കാരെന്നുള്ള സർക്കാർ ജീവനക്കാരാണ്. അവരെ കയ്യേറ്റം ചെയ്തതിന് ശേഷം കയ്യും കാലും പിടിച്ച് അയാളുടെ ക്ഷമ മേടിച്ചതിന് ശേഷമാണ് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മാത്രമല്ല, ഒരു കാര്യവും കൗൺസിലിൽ പറയാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാത്ത അവസ്ഥയാണുള്ളത്. ഇതെല്ലാം നടക്കുമ്പോൾ ഈ ചെയർപേഴ്സൺ ഒരു നോക്കുകുത്തിയായിട്ട് കൗൺസിലിൽ ഇരിക്കുക. ഇതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുക എന്ന് പറയാനോ ആ സംസാരത്തിനെ ആ വഴിക്ക് കൊണ്ടുപോകാനോ അത്തരത്തിൽ തൻ്റെ
തീരുമാനങ്ങൾ അവതരിപ്പിക്കാനോ കെൽപ്പില്ലാത്ത ഒരു വ്യക്തിയാണ് ചെയർപേഴ്സൺ. അതുകൊണ്ടാണ് ഇവിടെ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടുകളായി മാറുന്നത്. ഒരു നഗരസഭ നല്ല കൃത്യതയോടുകൂടി ഈ നഗരത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകളെ വളർത്തിക്കൊണ്ടുവരാനും അഴിമതി നിറഞ്ഞ ഒരു ഭരണം കാഴ്ചവെക്കാനും UDF തയ്യാറാണെങ്കിൽ എന്ത് വില കൊടുത്തും അതിനെ LDF എതിർക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഞങ്ങൾ ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ആധാരം. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.